Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെട്ട് കേക്ക് ആണ്. അത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ട്ടോ ഇന്ന് വെട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടി, ഒരു 2 നുള്ള് ഉപ്പ്, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതൊരു മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂണോളം പഞ്ചസാര, കുറച്ച് ഏലക്കായ, ഇത് ഇത്ര ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം ഒരു മുട്ട അതിലേക്ക് പൊടിച്ചൊഴിച്ച് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാരയുടെ കൂടെ ഇട്ടിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞു വരില്ല. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ട ചിലപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുള്ളെങ്കിലും ചിലപ്പോൾ അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിൽ മാവ് കുറച്ച് ലൂസ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് വയ്ക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ച് അതൊന്ന് മൂടി വെക്കണം. അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ കുറച്ച് ഓയിൽ തടവി ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് വീണ്ടും അതിങ്ങനെ ഒന്ന് റോൾ ചെയ്ത് ഒരു സിലിണ്ടർ പോലെ ഇങ്ങനെ നീളത്തിൽ നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് പതുക്കെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ വെട്ട് കേക്കുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തോരം വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ഉള്ളിൽ വേവ് പെട്ടെന്ന് വെന്ത് വരാൻ എളുപ്പമാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വെട്ട് കേക്കുകൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അതിന് മുകളിൽ ഇതുപോലെ ഇങ്ങനെ രണ്ട് രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെട്ട് കേക്കുകൾ ചെറുതായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒത്തിരി എണ്ണ ചൂടാവാനായിട്ട് നിൽക്കരുത്. കാരണം ഒത്തിരി എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ട് കേക്കുകളൊക്കെ ഇട്ട് കൊടുത്ത വശം തന്നെ അത് ബ്രൗൺ ആയിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും വേവാതെ വരും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറിയ ചൂടാവുമ്പോൾ തന്നെ നമ്മൾ വെട്ട് കേക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. വളരെ കുറഞ്ഞ തീയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഒത്തിരി മീഡിയം ഫ്ലെയിമിലായാലും അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിലും ഉള്ളു വേവാതെയാണ് നമുക്ക് വെട്ട് കേക്ക് കിട്ടുക. ഇപ്പോൾ നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡിയായി. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.